പടിഞ്ഞാറൻ തീരങ്ങളിലെങ്ങോ ഒരു സെമിത്തേരിയുണ്ടത്രേ. മെഴുകുതിരി എരിയുന്ന പുസ്തക കല്ലറകൾ. ഷംന ആ കല്ലറകൾ ഒന്നൊന്നായി തുറക്കുന്നു. ഷംന ആസ്മി കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് സ്വദേശം. എഴുത്തുകാരനും നാടകകൃത്തും സംവിധായകനും പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ വടകര റഹ്മാന്റെയും സാമൂഹ്യ പ്രവർത്തകയായ KP സുബൈദയുടെയും മകളാണ്. വടകര MUMHSലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കണ്ണൂർ ക്രസന്റ് കോളേജ് ഓഫ് ഫാർമസിയിൽ ഉപരിപഠനം. സ്കൂൾ കാലത്ത് തന്നെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പെരുമ്പടവത്തിന്റെ രചനകളും ഉപ്പയുടെ കയ്യിലുള്ള ഡിറ്റക്റ്റീവ് നോവലുകളും ഉൾപ്പെടെ ഒരുപാട് പുസ്തകങ്ങളുടെ വായനാബാല്യമായിരുന്നു ഷംനയുടേത്. സ്കൂൾ പഠനകാലത്ത് സാഹിത്യ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ വരെ മത്സരിച്ചിട്ടുണ്ട്. പഠനകാലത്തൊരിക്കൽ കവിതാരചനയ്ക്ക് ജില്ലാതലത്തിൽ പുരസ്കാരം വാങ്ങി വീട്ടിലെത്തിയ ഷംനയെ നോക്കി ഉപ്പ ഒന്ന് ചിരിച്ചു. പിന്നെ ചേർത്ത് പിടിച്ചു. എഴുത്തും വായനയും നാടകവുമൊക്കെ അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഉപ്പയുടെ കണ്ണുകളിൽ അന്നൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു എന്ന് ഷംന ഓർക്കുന്നു. ആ തിളക്കമായിരുന്നു ഷംനയുടെ വെളിച്ചവും പിന്നീടുള്ള എഴുത്തുകളുടെയൊക്കെ പ്രചോദനവും. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഖത്തറിൽ വരികയും ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച കവിതാ മത്സരത്തിന് 1ാം സമ്മാനവും കഥയ്ക്ക് 2ാം സ്ഥാനവും ലഭിക്കുകയും ചെയ്തു. അന്ന് ജഡ്ജിംഗ് പാനലിലുണ്ടായിരുന്ന സുനിൽ പെരുമ്പാവൂർ വിശേഷിപ്പിച്ചത് കവിത പോലെ കഥ എഴുതുന്ന കുട്ടി എന്നായിരുന്നു. പിന്നീട് കഥയെ പാതി വഴിക്ക് വിട്ട് കവിതാരചനയിൽ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. തുടർന്ന് ഖത്തറിലെ കലാസാഹിത്യ രംഗങ്ങളിലാകെ നിറഞ്ഞ സാന്നിധ്യമാവുകയായിരുന്നു ഷംന. ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും അടയാളം ഖത്തറിന്റെ സെക്രട്ടറിയുമാണ്. 3 വർഷമായി മൈൻഡ് ട്യൂൺ വേവ്സ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് അംഗമാണ്. വൈഖരി, ഫോക്ക് എന്നീ സംഘടനകളിലും പ്രവർത്തിക്കുന്നു. 8 വർഷത്തോളമായി ഖത്തറിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്നു. മകൾ നേഹ എഞ്ചിനീയറിംഗിനും മകൻ നിഹാർ 7ാം ക്ലാസ്സിലും പഠിക്കുന്നു. സഹോദരങ്ങൾ ഷറിൻ, ഷർജിദ്, ഷേർഷാ. ഫ്രം ദ ഗ്രാനൈറ്റ് ടോപ്പ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടേതായി 50 വനിതകൾ ചേർന്ന് പ്രസിദ്ധീകരിച്ച അടുക്കള പുസ്തകം, ക്യൂൻസ് ലോഞ്ച് ഫേസ്ബുക്ക് കൂട്ടായ്മയുടേതായി പ്രസിദ്ധീകരിച്ച ഒറ്റ നിറത്തിൽ മറഞ്ഞിരുന്നവർ, കഥ പറയും കടലുകൾ എന്നിവയാണ് ഷംനയുടേതായി ഇതിനു മുൻപ് പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ. ഷംന സ്വതന്ത്രമായി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകമായ പരദേശിയുടെ മേൽവിലാസം എന്ന ഈ കവിതാ സമാഹാരം കഴിഞ്ഞ വർഷം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. യാത്ര ചെയ്യാനും ലോകം മുഴുവൻ കാണാനും സിനിമ പിടിക്കാനും കൊതിക്കുന്ന ഷംനയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പത്മരാജനാണ്. ഭൂമിയില്ലാത്തവന്റെ വേദന ദീർഘമായൊരു സമസ്യയായി പരദേശിയുടെ മേൽവിലാസമായി ഈ കവിതകൾ അടയാളപ്പെടുത്തുന്നു. ആത്മാവ് പിണങ്ങിപ്പോയ ഒരുവളിൽ നിന്ന് ചെറു തൂവലായി പറന്നുയർന്ന് കവിതകൾ കുറിക്കുന്ന ഷംനയ്ക്ക് എല്ലാ ഭാവുകങ്ങളും